എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഞങ്ങളുടെ വീട്ടിൽ ചെറിയ രീതിയിലുള്ള ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ആ പൂന്തോട്ടത്തിലുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ കൂടെ ഇന്ന് ഞങ്ങൾക്ക് ഒരു വിശേഷാൽ അതിഥിയുണ്ട്. ഞങ്ങളുടെ മോള് ഗീതു മോള്, അവൾക്കിന്ന് AC ആയിട്ട് അവിടെ ഏറ്റുമാനൂർ ചാർജ് എടുത്തു. ഒരു മാസമായിട്ട് അവിടെ ജോയിൻ ചെയ്തു. ആ ഒരു സന്തോഷം. പിന്നെ ഞങ്ങളെ ഇങ്ങോട്ട് തന്നെ ഒന്ന് വന്ന് കാണാൻ അവൾക്കുണ്ടായ ഒരു 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 സന്മനസ്, സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇന്ന് വളരെ ഹാപ്പിയാണ് ഞങ്ങൾ 3 പേരും. ഞങ്ങളുടെ അനിയൻ ഇല്ലെങ്കിലും അവനെപ്പോലെ തന്നെ ഇരിക്കുന്ന ഞങ്ങളുടെ പൊന്നുമോളെ ഒന്ന് കാണാൻ ഒത്തല്ലോ എന്നുള്ളൊരു സന്തോഷം അത്യധികമാണ്. ഞങ്ങൾ ഒരുമിച്ച് 3 പേരും ഇങ്ങനെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഈ ചെറിയ കൃഷിത്തോട്ടവും അതുപോലെ ഈ പൂക്കളും ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ബന്ദിയൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ഇവിടെ ഞങ്ങൾ കുറേ കൃഷിയുണ്ട്. എൻ്റെ കൃഷിത്തോട്ടം ഇച്ചിരി കൂടുതൽ ഈ ചൂടിൻ്റെ കൂടുതലുമുണ്ട്. അതിങ്ങനെ ഒന്ന് അല്ലാതൊക്കെ നിൽക്കുകയാണ്. എന്നാലും വിഷമില്ലാത്ത പച്ചക്കറി ഉപയോഗിക്കാൻ എല്ലാവരും സന്നദ്ധരാകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ വീട്ടുവളപ്പിൽ നമ്മൾ നട്ടു വളർത്തുന്ന ആ വിഭവം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയാണ്. ഞാനിന്നിപ്പം അതിൽ കുറേ കായ്കൾ പറിക്കാൻ എനിക്ക് പറ്റി. കുറേ പറിച്ചു. എല്ലാവരും അവരവർക്ക് വേണ്ട എല്ലാം കൃഷി ചെയ്ത് നമ്മൾ തന്നെത്താനെ ഉണ്ടാക്കണം. നമ്മുടെ ഒരു കൈ നനച്ച് ആ കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള ആ ഒരു വിഭവം എന്ന് പറഞ്ഞാൽ അതിനൊരു ഭയങ്കര മധുരിമയാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഇനിയും പറിക്കാനുണ്ട്. പിന്നെ എൻ്റെ മോളെ ഞാനൊന്ന് ഒന്നുകൂടൊന്ന് ഞങ്ങൾ അവിടെ വണ്ടി അങ്ങോട്ട് കയറ്റിയിടാം. അവക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അമ്പലത്തിൽ കൂടെ പോയി. അതാ ഞാൻ അമ്പലത്തിൽ കേറിയില്ല. അമ്പലത്തില് ചേട്ടനെ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഞങ്ങളങ്ങനെ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഈ തുളസിയുടെ ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് നടക്കുന്നു. തുളസിയൊക്കെ ഈ ചൂട് കൊണ്ടെന്ന് കരിയാനൊക്കെ തുടങ്ങി. വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആണല്ലേ. നന്നായി. കയറിയാ മോളെ. ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് AC ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമല്ലേ. അങ്ങനെ നമുക്ക് ഞാൻ എൻ്റെ കൃഷിത്തോട്ടത്തിൽ ഇനിയും കുറച്ചുകൂടെ പറിക്കാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ സമാപ്തമാക്കുന്നു. നിങ്ങളേവരും ഈ ചൂട് കാലത്ത് ചെറിയൊരു ടിപ്പ് ഞാൻ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ കാലിൽ ഈ വിണ്ട് കീറുന്ന അസുഖമൊക്കെ വരുന്ന ടൈമാണിപ്പോൾ. നിങ്ങളപ്പോൾ ഒരു കാര്യം ചെയ്യണം. അന്നേരം മാവിൻ്റെ കറ കിട്ടുവാണെങ്കിൽ ആ ഉപ്പൂറ്റിയിൽ ഒന്ന് തേച്ച് കൊടുത്ത് ആ വിണ്ട് കീറൽ നമുക്കൊന്ന് ഇല്ലാതാക്കാൻ പറ്റും. ഏറ്റവും നല്ലൊരു റെമഡിയാണത്. ഇനി അടുത്ത ഒരു വീഡിയോയിൽ എല്ലാവരെയും കാണാം. നമസ്തേ.